സ്ക്രൂ ഗേജ്. എന്താ മക്കളെ? സ്ക്രൂ ഗേജ്. നോക്ക്, ഞാൻ ഇവിടെ കുറെ റീഡിംഗ് എഴുതാൻ പോകുകയാണ്. 4 mm, 4.2 mm, 4.2 mm, 4.26 mm. ഓക്കെ, സാധാരണ ഒരു സ്കെയിലിന് ഇതേ പറഞ്ഞു തരാൻ കഴിയത്തുള്ളൂ. സാധാരണ ഒരു സ്കെയിൽ എടുത്തു കഴിഞ്ഞാൽ, മീറ്റർ സ്കെയിൽ എടുത്തു കഴിഞ്ഞാൽ 4 mm അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് 5 mm ഉള്ളൂ. 4 mm നും 5 mm ഇടയിലുള്ള ഒരു അകലം അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ ആർക്ക് കഴിയത്തില്ല? നമ്മുടെ സാധാരണ സ്കെയിലിന് കഴിയത്തില്ല. സോ സാധാരണ സ്കെയിൽ ആണെങ്കിൽ 4 mm എന്നായിരിക്കും റീഡിങ് തരുന്നത്. പക്ഷേ അതൊരു വെർനിയർ കാലിപ്പർ വെച്ച് ആണ് മെഷർ ചെയ്യുന്നതെങ്കിൽ അവർ പറഞ്ഞത് 4-നും അതുപോലെ 5 mm ഇടയിലുള്ള, നോക്കടാ, 4 mm നും 5 mm ഇടയിലുള്ള ഈ അകലത്തെ എത്ര ഈക്വൽ ഭാഗമായിട്ട് മുറിക്കും? 10 ഈക്വൽ ഭാഗമായിട്ട് മുറിച്ച് അതിന്റെ വാല്യൂ പോലും ആര് പറഞ്ഞു തരും? വെർനിയർ കാലിപ്പർ പറഞ്ഞു തരും. ഇനി നോക്കടാ, സ്ക്രൂ ഗേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 mm നും ഈ 5 mm നും ഇടയിലുള്ള ഈ ഡിസ്റ്റൻസിനെ 100 ഈക്വൽ ഭാഗങ്ങളായിട്ട് മുറിച്ചിട്ട് അതിൻ്റെ ഒരു വാല്യൂ പോലും പറഞ്ഞു തരും ആര്? നമ്മുടെ സ്ക്രൂ ഗേജ്. സോ സ്ക്രൂ ഗേജിന് പോയിന്റ് കഴിഞ്ഞ് 2 ഡെസിമൽ കൂടി തരാനുള്ള കഴിവുണ്ട്. കണ്ടോ, 1 mm നെ 100 മുറിച്ചതിന്റെ ഒരു ഭാഗം, അതായത് 0.01 mm പോലും ആര് പറഞ്ഞു തരുമടാ? നമ്മുടെ സ്ക്രൂ ഗേജ് പറഞ്ഞു തരും. സോ സ്ക്രൂ ഗേജിന്റെ സ്റ്റാൻഡേർഡ് സ്ക്രൂ ഗേജിന്റെ ലിസ്റ്റ് കൗണ്ട് എത്ര മക്കളെ? 0.01 mm ആണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സർ 1 mm എന്ന് പറയുന്നത് തന്നെയാണെങ്കിൽ വളരെ ചെറുതാണ്. ഈ 1 mm നെ എങ്ങനെയാണ് 100 മുറിക്കുന്നത്? അത് പോസിബിൾ ആണോ? മക്കളെ, സാധാരണ രീതിയിൽ മുറിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയത്തില്ല. സോ അവിടെയാണെങ്കിൽ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യും. കാരണം നമുക്കറിയാം 1 mm നും 2 mm നും ഇടയിലുള്ള ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ തീരെ ചെറുതാണ്. അതിനെ നമുക്ക് 100 മുറിക്കുന്നത് പോസിബിൾ അല്ല. സാധാരണ രീതിയിൽ മുറിച്ചു കഴിഞ്ഞാൽ നമുക്ക് റീഡ് ചെയ്യാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും? അതിനാണ് നമ്മൾ വെർനിയർ കാലിപ്പറിലാണെങ്കിൽ വെർനിയർ സ്കെയിൽ കൊണ്ട് വെച്ചേക്കുന്നത്. സ്ക്രൂ ഗേജിലാണെങ്കിൽ സർക്കുലാർ സ്കെയിൽ ഉണ്ട്. വെർനിയർ കാലിപ്പറിൽ എങ്ങനെയാണോ നിങ്ങൾ വെർനിയർ സ്കെയിൽ കണ്ടത്, അതുപോലെ അതിന് സമാനമായ സ്കെയിൽ എവിടെ ഉണ്ട്? നമ്മളുടെ സ്ക്രൂ ഗേജിലുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് സർക്കുലാർ സ്കെയിൽ. സോ സർക്കുലാർ സ്കെയിൽ എന്താ ചെയ്യുന്നത്? ഈ 1 mm ഇടയിലുള്ള ഗ്യാപ്പിനെ 100 മുറിക്കും. സോ ക്വസ്റ്റ്യനിലാണെങ്കിൽ ക്വസ്റ്റ്യൻ ഇടുന്ന ആളുടെ ഇഷ്ടം പോലെയാണെങ്കിൽ എന്ത് ചെയ്യാം? ആ സർക്കുലാർ സ്കെയിലിൽ ഡിവിഷൻ മാറ്റാൻ കഴിയും. സർക്കുലാർ സ്കെയിലിൽ ഡിവിഷൻ മാറ്റുമ്പോൾ എന്ത് സംഭവിക്കും നോക്കടാ. ആക്ച്വലി സർക്കുലാർ സ്കെയിൽ എന്താ ചെയ്യുന്നത്? ഈ 1 mm നെ, ഈ 1 mm ഗ്യാപ്പിനെ ആണെങ്കിൽ മുറിക്കുകയാണ് ആര് ചെയ്യുന്നത്? സർക്കുലാർ സ്കെയിൽ ചെയ്യുന്നത്. ഈ കാര്യം മനസ്സിലായോ? സോ ഞാൻ വെർനിയർ കാലിപ്പർ കാണിച്ചു തരാം. സ്ക്രൂ ഗേജ് കാണിച്ചു തരാം. സ്ക്രൂ ഗേജിലാണെങ്കിൽ നോക്ക് മക്കളെ, ഈ പറയുന്ന ഉണ്ടോ, ഇതാണ് സർക്കുലാർ സ്കെയിൽ എന്ന് പറയുന്നത്. ഇനി കറക്കാൻ കഴിയും. ഉണ്ടോ, കറക്കുന്ന അനുസരിച്ചാണെങ്കിൽ ഇവിടെ ജോ ഓപ്പൺ ആവും. നോക്കടാ, കറയിക്കൊണ്ടിരിക്കുകയാണ്. കറക്കുന്ന അനുസരിച്ചാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് ആണെങ്കിൽ ഇവിടെ കാണുന്നത് മെയിൻ സ്കെയിലാണ്. ഈ സ്കെയിലിൽ വിളിക്കുന്ന പേരെന്താണ്? ഇതാണ് മെയിൻ സ്കെയിൽ എന്ന് പറയുന്നത്. ഇതെന്താണ്? ഈ കറങ്ങുന്നത് എന്താണ്? സർക്കുലാർ സ്കെയിൽ. ഇവിടെ സർക്കുലാർ സ്കെയിൽ എത്ര ഡിവിഷൻ ഉണ്ട്? നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ 95 100 ഡിവിഷൻസ് ഉണ്ട്. അപ്പം 100 ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് മുറിച്ചിരിക്കുകയാണ്. ഉണ്ടോ, 100 ഭാഗങ്ങളായിട്ട് സർക്കുലാർ സ്കെയിലിനെ മുറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ സർക്കിളിനകത്താണെങ്കിൽ 100 ഡിവിഷൻസ് ഉണ്ട്. മെയിൻ സ്കെയിലിനകത്ത് സാധാരണ മെയിൻ സ്കെയിലാണ്, 1 mm ഡിവിഷനാണ് സാധാരണ മെയിൻ സ്കെയിലിൽ ഉള്ളത്. ഓക്കെ ആണോ? സോ ഒരു സ്റ്റാൻഡേർഡ് സ്ക്രൂ ഗേജ് എടുത്തു കഴിഞ്ഞാൽ ഇത് ഓരോന്നും 1 mm ആയിരിക്കും. 1 mm, 2 mm, 3 mm, 4 mm അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷേ ആണെങ്കിൽ ഇവിടെയാണെങ്കിൽ എത്ര ഡിവിഷൻ കാണും? 100 mm കാണും. 100 ഡിവിഷൻസ് കാണും. ഇവിടെ സർക്കുലാർ സ്കെയിലിൽ 100 ഡിവിഷൻസ് കാണും. ഇത്രയും മനസ്സിലായോ? ഇനി എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്, എങ്ങനെയാണ് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മനസ്സിലാക്കാം. നോക്കടാ, നമ്മൾ ആദ്യം കേൾക്കാൻ പോണത് പിച്ചിനെ പറ്റിയാണ്. ഇതിനെ പറ്റിയാണ്, പിച്ചിനെ പറ്റിയാണ്. എന്താണ് പിച്ച് നോക്കാൻ പോവുകയാണ്. പിച്ച് എന്താണ്? സോ ഞാനാണെങ്കിൽ ഇത് ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. മക്കൾ ഇത് ക്ലോസ് ചെയ്യുമ്പോൾ പൂർണ്ണമായും ക്ലോസ് ചെയ്ത് ഞാൻ വലുതായി കാണിച്ചു തരാം. കുറച്ചും വലുതായി കാണിച്ചു തരാം. നോക്ക്, നിങ്ങളൊരു സ്ക്രൂ ഗേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങൾ സ്ക്രൂ ഗേജ് കടയിൽ നിന്ന് വാങ്ങിച്ച് നമ്മൾ നോക്കാൻ പോവാണ്. സ്ക്രൂ ഗേജിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കുന്നത് എങ്ങനെയാണ്? ചെക്ക് ചെയ്ത് എങ്ങനെയാണ്? നമ്മൾ വെർനിയർ കാലിപ്പർ എങ്ങനെ ചെക്ക് ചെയ്തത്? വെർനിയർ സ്കെയിലിന്റെ 0 മെയിൻ സ്കെയിലിന്റെ 0 എന്ത് ചെയ്യണം? കോയിൻസൈഡ് ചെയ്തിരിക്കണം. ശരിയല്ലേ? അതുപോലെ ഇവിടെയും ഉണ്ട്. ഇവിടുത്തെ നിയമം എന്താണ്? ഇവിടുത്തെ നിയമം എത്രയേ ഉള്ളൂ?
നോക്കടാ, ഇവിടെയാണെങ്കിൽ നോക്കാൻ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും 40, 30 അങ്ങോട്ട് 0, 0. ഇവിടെ എന്തുകൊണ്ട് 0. മക്കളെ, ഈ 0 ആണെങ്കിൽ നമ്മുടെ മെയിൻ സ്കെയിലിന്റെ 0 എന്ത് ചെയ്യണം? കോയിൻസൈഡ് ചെയ്യണം. മെയിൻ സ്കെയിലിന്റെ 0 ലൈൻ ഇതാണ് റെഫറൻസ് ലൈൻ. ആ റെഫറൻസ് ലൈനുമായിട്ട് ആര് കോയിൻസൈഡ് ചെയ്യണം? ഉണ്ടോ, ഞാൻ പൂർണ്ണമായിട്ട് എന്ത് ചെയ്തു? ടച്ച് ചെയ്തു. പൂർണ്ണമായിട്ടും ഈ രണ്ട് ജോകളെ പൂർണ്ണമായിട്ട് എന്ത് ചെയ്തു മക്കളെ? ഉണ്ടോ, ഈ രണ്ട് ജോകളെ പൂർണ്ണമായിട്ടും ഞാൻ ക്ലോസ് ആയിട്ട് കൊണ്ടുവരുമ്പോൾ എന്ത് സംഭവിക്കണം? ഇവിടെയാണെങ്കിൽ യാതൊരു വസ്തു ഇരിപ്പില്ല. ഞാൻ പൂർണ്ണമായിട്ട് ഈ രണ്ട് ജോകളെ കൊണ്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ക്ലോസ് ആക്കിയപ്പോൾ നമ്മുടെ മെയിൻ സ്കെയിലിലെ 0യും അതുപോലെ സർക്കുലാർ സ്കെയിലിലെ 0യും കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കോയിൻസൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയും, സാർ ഈ സ്കെയിലിന് അല്ലെങ്കിൽ ഈ സ്ക്രൂ ഗേജിന് യാതൊരു 0 എററും ഇല്ല, നല്ല സ്ക്രൂ ഗേജ് ആണെന്ന് നിങ്ങൾ പറയും. ഇനിയാണെങ്കിൽ നല്ല സ്ക്രൂ ഗേജ് അല്ലെങ്കിലോ, ഫോർ എക്സാമ്പിൾ ഇങ്ങനെ വരാൻ പോവുകയാണ്. ഇത് നല്ല സ്ക്രൂ ഗേജ് ആണോടാ? നോക്കി, കോയിൻസൈഡ് ചെയ്യുന്നുണ്ടോ? ഇതാണ് 0 എന്ന് പറയുന്നത്. ഇവിടെ ഒരു സാധനം വെച്ചിട്ടില്ല. ഇതാണ് 0 എന്ന് പറയുന്നത്. കണ്ടോ, 0 ഇതാണ്. ഇനി മെയിൻ സ്കെയിലിൽ 0 ഇതാണ്. ഇത് രണ്ടും കോയിൻസൈഡ് ചെയ്ത മക്കളെ? ഇത് രണ്ടും കോയിൻസൈഡ് ചെയ്തില്ല. അതിന് മീനിങ് എന്താണ്? അതിന് മീനിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തുണ്ട്? 0 എറർ ഉണ്ട്. ഇവിടെയാണെങ്കിൽ 0 എറർ കണ്ടുപിടിക്കുന്നത് ശ്രദ്ധിക്കണം, കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. നിങ്ങൾക്ക് ആദ്യം മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. 0 എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. മെയിൻ സ്കെയിലാണ് നോക്കേണ്ടത്. നമ്മൾ നേരത്തെ വെർനിയർ സ്കെയിലാണ് നോക്കിയത്, ശരിയല്ലേ? നമ്മൾ പണ്ട് പഠിച്ച എന്താടാ? വെർനിയർ സ്കെയിലിന്റെ 0, വെർനിയർ സ്കെയില്, ഇത് മെയിൻ സ്കെയില്. മെയിൻ സ്കെയിലിലെ 0, ഇത് വെർനിയർ സ്കെയിലിലെ 0. വെർനിയർ സ്കെയിൽ ആണെങ്കിൽ ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ പറയും, സാർ നെഗറ്റീവ് 0 എറർ. വെർനിയർ സ്കെയിൽ ആണെങ്കിൽ ഇങ്ങോട്ട് പോയാൽ, റൈറ്റിലേക്ക് പോയാൽ നിങ്ങൾ പറയും, സാർ പോസിറ്റീവ് 0 എറർ. വെർനിയർ സ്കെയിലിന്റെ മൂവ്മെന്റ് ആണ് നിങ്ങൾ നോക്കിയത് അല്ലേ? പക്ഷെ ഇവിടെ വെർനിയർ സ്കെയിലിന്റെ മൂവ്മെന്റ് അല്ല നോക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുന്നത് മെയിൻ സ്കെയിലിന്റെ ആണ്. ഇവിടെ ആരെ നോക്കേണ്ടത്? മെയിൻ സ്കെയിലിന്റെ ആണ്. നോക്കടാ, ഈ കേസിലാണെങ്കിൽ ഇതാണ് നമ്മളുടെ മെയിൻ സ്കെയിൽ. ഇതാണ് നമ്മുടെ മെയിൻ സ്കെയിലിന്റെ 0. ഉണ്ടോ, ഇത് മെയിൻ സ്കെയിലിന്റെ 0 ആണ്. മനസ്സിലാവുന്നുണ്ടോ? നോക്ക്, ഇതാണ് മെയിൻ സ്കെയിലിന്റെ 0. മെയിൻ സ്കെയിലിന്റെ 0 ഇതാണ്. ഇതാണ് സർക്കുലാർ സ്കെയിലിന്റെ 0. സർക്കുലാർ സ്കെയിലിന്റെ 0 ഇതാണ്. അപ്പൊ മെയിൻ സ്കെയിലിലെ 0 താഴെയാണ്. ശ്രദ്ധിക്കണേ, മെയിൻ സ്കെയിലിലെ 0 ഇത് മെയിൻ സ്കെയിലാണ്. മെയിൻ സ്കെയിൽ ഇതാണ് സർക്കുലാർ സ്കെയിൽ. സോ മെയിൻ സ്കെയിലിലെ 0 താഴെയാണ്, സർക്കുലാർ സ്കെയിലിലെ 0 ഇവിടെ മുകളിലാണ്. നമ്മൾ ഇവിടെ നോക്കുന്നത് മെയിൻ സ്കെയിലിനെയാണ്. മെയിൻ സ്കെയിൽ താഴെയാണ്, 0 റീഡിംഗ് താഴെയാണ്. നമ്മൾ പറയും ഇത് നെഗറ്റീവ് 0 എറർ ആണ്. എന്താണ്? നെഗറ്റീവ് 0 എറർ ആണ്. സോ ഇവിടെ ആരെയാണ് നമ്മൾ നോക്കുന്നത്? മെയിൻ സ്കെയിലിനെയാണ് നോക്കുന്നത്. ഇനി നോക്കടാ, നോക്കിയിരിക്കേ, ശ്രദ്ധിച്ചിരിക്കേ. ഞാനാണെങ്കിൽ പറഞ്ഞത് മക്കളെ, ഇത് എന്ത് 0 എറർ ആണ്? പോസിറ്റീവ് 0 എറർ ആണോ നെഗറ്റീവ് 0 എറർ ആണോ? ഇവിടെ നോക്കി, മെയിൻ സ്കെയിലിന്റെ 0 ഇതാണ്. ഇതെന്താണ്? മെയിൻ സ്കെയിലിന്റെ 0 ആണ്. ശരിയാണോ? മെയിൻ സ്കെയിലിന്റെ 0 ഇതാണ് മെയിൻ സ്കെയിലിന്റെ 0. സർക്കുലാർ സ്കെയിലിലെ 0 ഇതാണ്. ഇത് സർക്കുലാർ സ്കെയിലിലെ 0 ആണ്. അപ്പൊ മെയിൻ സ്കെയിലിലെ 0 മുകളിലാണ്. മെയിൻ സ്കെയിലിലെ 0 ഇവിടെ മുകളിലാണ്. സർക്കുലാർ സ്കെയിലിലെ 0 ഇവിടെ താഴെയാണ്. അങ്ങനെയെങ്കിൽ പറഞ്ഞേ, മെയിൻ സ്കെയിലിലെ 0 മുകളിലാണെങ്കിൽ പറയണം ഇത് പോസിറ്റീവ് 0 എറർ ആണ്. ഇങ്ങനെയാണെങ്കിലോ? പെട്ടെന്ന് പറഞ്ഞാൽ നീ, ഇങ്ങനെയാണെങ്കിലോ? മെയിൻ സ്കെയിലിലെ 0 എവിടെയാണ്? മെയിൻ സ്കെയിലിലെ 0 ഇവിടെയാണ്. ഇതാണ് മെയിൻ സ്കെയിലിലെ 0. സർക്കുലാർ സ്കെയിലിലെ 0 ഇവിടെയാണ്. സർക്കുലാർ സ്കെയിലിലെ 0 അപ്പൊ എന്താണ്? മെയിൻ സ്കെയിലിലെ 0 താഴെയാണ്. അങ്ങനെ എന്ത് പറയണം? നെഗറ്റീവ് 0 എറർ. മനസ്സിലായോ? സോ മെയിൻ സ്കെയിലാണ് നോക്കേണ്ടത്. മെയിൻ സ്കെയിലിന്റെ 0 താഴെയാണെങ്കിൽ പറയും നെഗറ്റീവ് 0 എറർ. മെയിൻ സ്കെയിലിന്റെ 0 മുകളിലാണെങ്കിൽ, ഇവർ കമ്പയർ ചെയ്യുമ്പോൾ ഒരാൾ മുകളിലാണ്. ആരാ മുകളിൽ? മെയിൻ സ്കെയിലിലെ 0 മുകളിലാണെങ്കിൽ പറയും പോസിറ്റീവ് 0 എറർ. ഇനി 0 എറർ ഒന്നും ഇല്ലെങ്കിലോടാ മക്കളെ, എറർ ഒന്നും ഇല്ലെങ്കിൽ വളരെ സിമ്പിൾ ആണ്. നോക്ക്, എറർ ഒന്നും തന്നെ ഇല്ല. അങ്ങനെ നോക്കി, എന്താ കണ്ടീഷൻ? മെയിൻ സ്കെയിലിലെ 0 സർക്കുലാർ സ്കെയിലിലെ 0വുമായിട്ട് കോയിൻസൈഡ് ചെയ്യും. അതിന്റെ മീനിങ് എന്താണ്? ഈ സ്ക്രൂ ഗേജിന് യാതൊരു തരത്തിലുള്ള 0 എററും ഇല്ല. ഇനിഷ്യലി യാതൊരു തരത്തിലുള്ള 0 എററും ഇല്ല എന്ന് പറയും. സോ നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. എങ്ങനെ കൺക്ലൂഡ് ചെയ്യാമടാ? ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. എങ്ങനെയാണ്? ഒരു സ്ക്രൂ ഗേജില്
നമുക്ക് 2 ആൾക്കാരുണ്ട്. സ്ക്രൂ ഗേജിൽ 2 ആൾക്കാരുണ്ട്. ആരൊക്കെയാണ്? ഇതാണ് നമ്മുടെ മെയിൻ സ്കെയിൽ. ഇതെന്താണ്? ഇത് സർക്കുലാർ സ്കെയിൽ. മെയിൻ സ്കെയിലിലെ 0 ഇതാണ്. മെയിൻ സ്കെയിലിലെ 0 ഇതാണ്. ഇതാണ് മെയിൻ സ്കെയിലിലെ 0. സർക്കുലാർ സ്കെയിലിലെ 0 ഇവിടെയാണ് ഇരിക്കുന്നത്. സർക്കുലാർ സ്കെയിലിലെ 0 ഇവിടെയാണ്. സർക്കുലാർ സ്കെയിലിലെ 0 പോയിക്കൊണ്ടിരിക്കും. മെയിൻ സ്കെയിൽ എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. സർക്കുലാർ സ്കെയിലിലെ 0 മൂലോട് പൊങ്ങിച്ചാടിയിരിക്കുകയാണ്. അതിന് മീനിങ് എന്താണ്? സർക്കുലാർ സ്കെയിൽ നമുക്ക് ഇങ്ങനെ ഡിവിഷൻ തന്നുകൊണ്ടിരിക്കുകയാണ്. സർക്കുലാർ സ്കെയിൽ ഇങ്ങനെ ഡിവിഷൻ, മെയിൻ സ്കെയിൽ ഇങ്ങനെ ഡിവിഷൻ. സോ സർക്കുലാർ സ്കെയിൽ ആണെങ്കിൽ 0 മുകളിലാണ്. അതിന്റെ മീനിങ് എന്താണ്? മെയിൻ സ്കെയിൽ 0 താഴെയാണെന്നാണ്. അതിന്റെ മീനിങ് എന്താണ്? ഇതെന്ത് എററാണ്? നെഗറ്റീവ് 0 എറർ. അപ്പൊ ആരെയാ നമ്മളിവിടെ നോക്കേണ്ടത്? മെയിൻ സ്കെയിലിനെയാണ് നോക്കേണ്ടത്. ഇവനാണ് താരം, ഇവനെയാണ് നോക്കേണ്ടത്. ഇനി ഇങ്ങനെയാണെങ്കിലോ മക്കളെ, ഇങ്ങനെയാണെങ്കിലോ ഇതൊരിക്കലും മാറത്തില്ല. അതെന്താണ്? ഇത് മെയിൻ സ്കെയിലാണ്. അതിന്റെ 0 ഇവിടെയാണ്, എപ്പോഴും ഇവിടെ തന്നെ ആയിരിക്കും. പക്ഷെ കറക്കുന്ന അനുസരിച്ചാണെങ്കിൽ എറർ ഉണ്ടെങ്കിൽ ആരിവിടെ നടുക്ക് വരത്തില്ല. നമ്മുടെ സർക്കുലാർ സ്കെയിലിൽ 0 കറക്റ്റ് നടുക്ക് വരത്തില്ല, ഇവിടെ നടുക്ക് വരത്തില്ല. എന്ത് ചെയ്യും? ചിലപ്പോൾ ഇവിടെ പോയി കിടക്കും. ഇവിടെയാണ് സർക്കുലാർ സ്കെയിലിൽ 0 ഇരിക്കുന്നത്. അതിന്റെ മീനിങ് എന്താ മക്കളെ? നിങ്ങൾ പറയും സാർ ഇവിടെ മെയിൻ സ്കെയിൽ മുകളിലാണ്, സർക്കുലാർ സ്കെയിൽ താഴെയാണ്. അപ്പോഴാണ് ഇത് പോസിറ്റീവ് 0 എറർ ആണ്. മനസ്സിലായോ? പോസിറ്റീവ് 0 എറർ ആണ്. സോ നമുക്ക് മനസ്സിലായി എറർ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, എറർ ഇല്ലെങ്കിൽ എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് കാര്യം പിടികിട്ടി. ഇനി എങ്ങനെയാണ് റീഡിംഗ് മെഷർ ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഇവിടെ കണ്ടുപിടിക്കാനുള്ളത്, നമ്മൾ അതിനെപ്പറ്റിയാണ് ഇനി ചർച്ച ചെയ്യാൻ പോണത്. ശ്രദ്ധിച്ചിരിക്കണം. സ്ക്രൂ ഗേജിന്റെ പാരാമീറ്റേഴ്സ്, എന്തൊക്കെ പാരാമീറ്റേഴ്സ് ആണ് ശ്രദ്ധിക്കേണ്ടത്? ഒന്ന് പിച്ച്. ഇതിനെ പറ്റിയാണ് പിച്ച്. പിച്ച് എന്താണ് മക്കളെ? പിച്ച്. പിച്ച് നോക്കടാ. നമ്മുടെ സ്ക്രൂ ഗേജ് എടുക്കാം. ഇപ്പോൾ സ്ക്രൂ ഗേജിനകത്താണെങ്കിൽ ഞാൻ സ്ക്രൂ ഗേജ് എടുത്തു. എനിക്കറിയണം സ്ക്രൂ ഗേജിന്റെ പിച്ച് എന്താണെന്ന് അറിയണം. സ്ക്രൂ ഗേജിന്റെ പിച്ച് എന്താണെന്ന് അറിയണം. നോക്ക്, ഞാനാണെങ്കിൽ ഈ സ്ക്രൂ ഗേജിനെ ആണെങ്കിൽ റൊട്ടേറ്റ് ചെയ്യിക്കാൻ പോവുകയാണ്. നോക്കണേ, ഞാൻ എന്ത് ചെയ്യാണ്? റൊട്ടേറ്റ് ചെയ്യിക്കാൻ പോവുകയാണ്. സോ നേരത്തെ ആണെങ്കിൽ 0 ഇരുന്നെയാണ്, ഞാനാണെങ്കിൽ ഒരു കംപ്ലീറ്റ് റൊട്ടേറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ റൊട്ടേറ്റ് ചെയ്തു, ഒരു കംപ്ലീറ്റ് റൊട്ടേറ്റ് ചെയ്തു. നോക്ക്, വീണ്ടും 0 കൊണ്ടുവന്നു. അപ്പോൾ എന്ത് ചെയ്തു? ഇത് അങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഇല്ലയോടാ മക്കളെ? എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യുന്നുണ്ട്. ഇവിടെ അങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. സോ ഞാനാണെങ്കിൽ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ചാണെങ്കിൽ ഇവിടെ എന്തുണ്ട്? ഇവിടെ ലീനിയർ സ്കെയിൽ അല്ലെങ്കിൽ മെയിൻ സ്കെയിലാണെങ്കിൽ മാറ്റമുണ്ട്. മെയിൻ സ്കെയിലിലെ റീഡിങ് മാറുന്നുണ്ട്. സോ ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ നടത്തിയപ്പോൾ എന്തുമാത്രമാണ് ഇത് മൂവ് ചെയ്തത്? ഇതിനെ വിളിക്കുന്ന പേരാണ് പിച്ച് എന്ന് പറയുന്നത്. സോ പിച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? പിച്ച് എന്ന് പറഞ്ഞാൽ എന്താടാ? പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം, പിച്ച് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദ സ്ക്രൂ. ശരിയാണോ? സ്ക്രൂ ആണ് എന്ത് ചെയ്തത്? മൂവ് ചെയ്തത് അല്ലേ? ഓൺ എവിടാണ്? മെയിൻ സ്കെയിൽ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കംപ്ലീറ്റ് റൊട്ടേഷൻ. സോ എന്തുമാത്രം കംപ്ലീറ്റ് റൊട്ടേഷൻ ആണ് റൊട്ടേറ്റ് ചെയ്തത്, അതുപോലെയാണെങ്കിൽ ഡിസ്റ്റൻസ്, എത്ര ഡിസ്റ്റൻസ് ആണ് മൂവ് ചെയ്തത്, ഇത് നമ്മളുടെ റേഷ്യോ വിളിക്കുന്ന പേരാണ് പിച്ച് എന്ന് പറയുന്നത്. സോ പിച്ച് വിച്ച് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് മൂവ്ഡ്. എന്തുമാത്രം ഡിസ്റ്റൻസ് ആണ് മൂവ് ചെയ്തത്, അത് മൂവ് ചെയ്യാൻ എത്ര റൊട്ടേഷൻ ആവശ്യമായിട്ട് വന്നു, കംപ്ലീറ്റ് എന്തുമാത്രം റൊട്ടേഷൻ ആവശ്യമായിട്ട് വന്നു. മക്കൾ ഇതിനെ വിളിക്കുന്ന പേരാണ് പിച്ച് എന്ന് പറയുന്നത്. ഇനി എന്തിനാണ് പിച്ച് കണ്ടുപിടിക്കുന്നത്? പിച്ചിന്റെ ആവശ്യം എന്താണ്? പിച്ചിന് 2 ആവശ്യങ്ങളുണ്ട്. ശ്രദ്ധിക്കണേ, ക്വസ്റ്റ്യനിലാണെങ്കിൽ പിച്ച് തന്നു കഴിഞ്ഞാൽ പിച്ചിന് 2 ആവശ്യങ്ങളുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 2 ആവശ്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിച്ച് വെച്ചിട്ടാണെങ്കിൽ മെയിൻ സ്കെയിൽ റീഡിംഗ് കണ്ടുപിടിക്കാൻ കഴിയും. പിച്ച് വെച്ച് എന്ത് കണ്ടുപിടിക്കാൻ കഴിയും? മെയിൻ സ്കെയിൽ റീഡിംഗ് കണ്ടുപിടിക്കാൻ കഴിയും. ഫോർ എക്സാമ്പിൾ ഇവിടെയാണെങ്കിൽ ഞാൻ ആരെ റൊട്ടേറ്റ് ചെയ്യാൻ പോവാണ്? നമ്മുടെ ഈ ഒരു സ്ക്രൂ ഗേജിന്റെ സർക്കുലാർ സ്കെയിൽ റൊട്ടേറ്റ് ചെയ്തു. സോ അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? ഇവിടെ പിച്ച് കാണിക്കും. ഇത്രയും കാണിച്ചിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോൾ സൂം ചെയ്ത് കാണിച്ചു തരാം.
എത്ര ഡിവിഷൻ കാണാൻ കഴിയുന്നുണ്ട്? ഇതൊരു ഡിവിഷനാണ്, ഇത് മറ്റൊരു ഡിവിഷനാണ്. 1, 2 രണ്ട് മെയിൻ സ്കെയിൽ ഡിവിഷൻ ഞാൻ കാണുന്നുണ്ട്. ഇതാണ് മെയിൻ സ്കെയിൽ എന്ന് പറയുന്നത്. ഇത് മെയിൻ സ്കെയിലാണ്. ഞാൻ റൊട്ടേറ്റ് ചെയ്യുന്ന അനുസരിച്ചാണെങ്കിൽ ഞാൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന അനുസരിച്ച് എന്ത് മാറിക്കൊണ്ടിരിക്കും? മെയിൻ സ്കെയിൽ ഡിവിഷൻ മാറിക്കൊണ്ടിരിക്കും. സോ ഇവിടെ ഞാൻ എത്ര മെയിൻ സ്കെയിൽ ഡിവിഷൻ ഇപ്പം കാണുന്നുണ്ട് മക്കളെ? ഇപ്പം ഞാൻ 3 കാണുന്നുണ്ട്. ഇപ്പോഴോടാ ഇപ്പം 2 മെയിൻ സ്കെയിൽ ഡിവിഷൻ കാണുന്നുണ്ട്. സോ മെയിൻ സ്കെയിൽ ഡിവിഷൻ ഉണ്ട്. എനിക്ക് മെയിൻ സ്കെയിൽ ഡിവിഷനിൽ നിന്നും മെയിൻ സ്കെയിൽ റീഡിംഗ് കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ എന്താ പറഞ്ഞേ? ഇവിടെ 2 മെയിൻ സ്കെയിൽ ഡിവിഷൻ ഉണ്ട്. ഞാൻ 2 ഡിവിഷൻ കണ്ടു. ഇനി എത്ര റീഡിംഗ് ആണെന്ന് എനിക്കറിയണം. മെയിൻ സ്കെയിലിന്റെ റീഡിംഗ് എനിക്കറിയണം. അതിനുവേണ്ടി ഞാൻ മെയിൻ സ്കെയിൽ ഡിവിഷനെ പിച്ച് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ പിച്ച് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്? നോക്ക്, എന്തുമാത്രം ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്യുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഒരു കംപ്ലീറ്റ് റൊട്ടേറ്റ് ചെയ്തപ്പോഴത്തേക്കും ഇവിടെ 1 mm ആണ് ട്രാവൽ എന്ന് പറഞ്ഞു. അതായത് ഇതിന്റെ മീനിങ് എന്താണ്? ഒരു ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 1 mm എന്നാണ്. സോ പിച്ച് എന്തിനെ പറഞ്ഞു തരും? ഈ ഒരു ഡിവിഷൻ എത്ര എന്ന് പറഞ്ഞു തരും. സോ എനിക്കാണെങ്കിൽ നമ്പർ ഓഫ് ഡിവിഷൻ കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മെയിൻ സ്കെയിലിന് നമ്പർ ഓഫ് ഡിവിഷൻ കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പൊ 2 ഡിവിഷനാണ് കിട്ടിയെങ്കിൽ ഞാൻ ഇവിടെ ആണെങ്കിൽ ഒരു എക്യുപ്മെന്റ് എന്തെങ്കിലും ഒബ്ജക്റ്റ് കൊണ്ടുവച്ചു, ഞാൻ റീഡ് ചെയ്യാൻ പോവുകയാണ്. സോ എനിക്ക് 2 ഡിവിഷൻ കിട്ടി. 2 ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എത്ര റീഡിംഗ് ആണെന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഡിവിഷനെ 2നെ ആരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? നമ്മുടെ പിച്ച് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഈ കാര്യം മനസ്സിലായോടാ? സോ പിച്ചിന്റെ ഒന്നാമത്തെ യൂസ് എന്താണ്? മെയിൻ സ്കെയിൽ റീഡിംഗ് കണ്ടുപിടിക്കാനാ. എങ്ങനെയാ മെയിൻ സ്കെയിൽ റീഡിംഗ് കണ്ടുപിടിക്കുന്നത്? അത് പറഞ്ഞാ നീ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? മെയിൻ സ്കെയിൽ ഡിവിഷനെ ആരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? പിച്ച് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ പിച്ച് ക്വസ്റ്റ്യനിൽ പലപ്പോഴും ഡയറക്റ്റ് തരും, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. ഇതൊക്കെ തന്നിരിക്കും, ഈ വാല്യൂസ് തരും. ഇതിൽ നിന്ന് ആരെ കണ്ടുപിടിക്കണം? പിച്ച് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മളാണെങ്കിൽ മെയിൻ സ്കെയിൽ ഡിവിഷനെ പിച്ച് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആരെ കിട്ടും? നമുക്ക് MSR അല്ലെങ്കിൽ മെയിൻ സ്കെയിൽ റീഡിങ് കിട്ടും. ഓക്കെ ആണോ? ഇത്രയും കാര്യം മനസ്സിലായോടാ? സോ മെയിൻ സ്കെയിൽ റീഡിങ് വെറുതെ കിട്ടത്തില്ല. നമുക്ക് ഇനി ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. പിച്ച് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാകും. ഓക്കെ, സോ മെയിൻ സ്കെയിൽ റീഡിംഗ് വിച്ച് ഈസ് ഈക്വൽ ടു മെയിൻ സ്കെയിൽ ഡിവിഷൻ ഇൻറ്റു പിച്ച് ആണ്. പിച്ചിന്റെ അടുത്ത ആവശ്യം എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കാനാണ്. അടുത്ത ആവശ്യം എന്താണ്? ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കാൻ. ലീസ്റ്റ് കൗണ്ട്. സോ എങ്ങനെയാണ് ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കുന്നത്? മക്കളെ നമുക്കറിയാം, നോക്കടാ, ഒരു സ്ക്രൂ ഗേജ് എടുത്തു കഴിഞ്ഞാൽ, ഇതൊരു സ്ക്രൂ ഗേജ് ആണ്, എടുത്തു കഴിഞ്ഞാൽ അതിൽ എന്തുണ്ട്? നമ്പർ ഓഫ് സർക്കുലാർ സ്കെയിൽ ഡിവിഷൻസ് ഉണ്ട്. ഇവിടെയാണെങ്കിൽ നോക്കടാ, 85, 90, 95, 100 അങ്ങനെ 100 ഡിവിഷൻസ് ആണ് ഉള്ളത്. കണ്ടോ? എത്ര ഡിവിഷൻസ് ഉണ്ട്? 100 ഡിവിഷൻസ് ആണ് ഉള്ളത്. സോ ഇവിടെയാണെങ്കിൽ അങ്ങനെ സർക്കുലാർ സ്കെയിലാണെങ്കിൽ ഡിവിഷൻസ് കാണും, നമ്പർ ഓഫ് ഡിവിഷൻസ് കാണും. സോ പിച്ചിന്റെ ആണെങ്കിൽ അടുത്ത ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിച്ച് നമ്മൾ കണ്ടുപിടിക്കുന്നതിന്റെ അടുത്ത ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ ഉദ്ദേശം എന്തായിരുന്നു? നമുക്ക് മെയിൻ സ്കെയിൽ റീഡിംഗ് കണ്ടുപിടിക്കാനാണ്. രണ്ടാമത്തെ ഉദ്ദേശം എന്താണ്? ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കാനാണ്. നിങ്ങൾ ചോദിക്കും, സാർ എങ്ങനെയാണ് ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കേണ്ടത്? അപ്പൊ ഞാൻ പറയും മക്കളെ, ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു പിച്ച് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻസ് ഇൻ സർക്കുലാർ സ്കെയിൽ. സോ ടോട്ടൽ നമ്പർ ഓഫ് ഡിവിഷൻ ഇതാ, ടോട്ടൽ നമ്പർ ഓഫ് ഡിവിഷൻസ് ഇൻ സർക്കുലാർ സ്കെയിൽ. സോ ഈ 2 ഉദ്ദേശത്തിന് വേണ്ടിയാണ് നമ്മൾ ആരെ കണ്ടുപിടിക്കുന്നത്? പിച്ച് കണ്ടുപിടിക്കേണ്ടത്. സോ സ്ക്രൂ ഗേജിന്റെ ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കുന്ന ആരെയാണ്? പിച്ചിനെയാണ്. കാര്യം പിച്ചിന് ഇത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ 2 കാര്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ആരെ ഉപയോഗിക്കാം? പിച്ചിനെ ഉപയോഗിക്കാം. ഓക്കെ ആണോ? ഇനി നമുക്ക് എന്തിനാണ്, നിങ്ങൾ ചോദിക്കും, സാർ എന്തിനാണ് നമ്മുടെ ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കുന്നത്? അതിന്റെ ആവശ്യം എന്താണ്? പറഞ്ഞുതരാം. സോ നമുക്ക് മെയിൻ സ്കെയിൽ റീഡിംഗ് കണ്ടുപിടിക്കാൻ ആവശ്യമില്ല, ലീസ്റ്റ് കൗണ്ടിന്റെ ആവശ്യമില്ല. മെയിൻ സ്കെയിൽ റീഡിംഗ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? മെയിൻ സ്കെയിൽ ഡിവിഷൻ തന്നു കഴിഞ്ഞാൽ ഡിവിഷനെ ആരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? പിച്ച് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് മെയിൻ സ്കെയിൽ റീഡിംഗ് കിട്ടും. ഇനിയാണെങ്കിൽ എന്തിനു വേണ്ടിയാണ് നമുക്ക് ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കേണ്ടത്? മക്കളെ, ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കേണ്ട ആവശ്യം ഇത്രയേ ഉള്ളൂ. ഇവിടെയാണെങ്കിൽ നമുക്ക് അറിയാം, ഇതൊക്കെ 1 mm ആണ് എഴുതിയോ, പിച്ചിന്റെ വാല്യൂ 1 mm എന്ന് കരുതിക്കോ. അങ്ങനെയെങ്കിൽ എത്ര mm ഉണ്ട് മെയിൻ സ്കെയിലിൽ? 1, 2 mm ഉണ്ട് മെയിൻ സ്കെയിലിൽ. ഈ 2 മാത്രമാണോ? കുറച്ചും കൂടെ ഉണ്ട്. നോക്ക്, കുറച്ചും കൂടെ ഉണ്ട്. 2 മാത്രമാണോ? കുറച്ചും കൂടെ ഉണ്ട്. 3 ഇല്ല. 2ഉം സംതിങ്. ഇപ്പൊ 2 mm ഉണ്ടെന്ന് മനസ്സിലായി. ഇനി സംതിങ് ഉണ്ട്. അതായത് 2നും 3നും ഇടയിലാണെങ്കിൽ കുറച്ച് വാല്യൂസ് ഉണ്ട്. ആ വാല്യൂ എന്താണെന്ന് എനിക്ക് അറിയണം.
ആ അറിയാൻ വേണ്ടി നമുക്ക് ആരെ ഉപയോഗിക്കാം? നമുക്ക് സർക്കുലാർ സ്കെയിൽ റീഡിംഗ് ഉപയോഗിക്കാം. സർക്കുലാർ സ്കെയിൽ ഇവിടെ ആക്ച്വലി സ്റ്റാൻഡേർഡ് സ്ക്രൂ ഗേജ് ആണെങ്കിൽ എത്രയായിട്ട് മുറിച്ചിട്ടുണ്ട്? 100 ആയിട്ട് മുറിച്ചിട്ടുണ്ട്. ഇവിടെ എനിക്ക് എന്ത് മാറ്റാം? അപ്പം ക്വസ്റ്റ്യൻ ഇടുന്ന ആൾക്കാർക്കാണെങ്കിൽ ഈ സർക്കുലാർ സ്കെയിൽ ഡിവിഷനെ എത്രയിൽ മാറ്റാം? ഫോർ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ഇടുന്ന ആൾക്കാർക്കാണെങ്കിൽ ഞാൻ 100 മാറ്റിയിട്ട് 50 കൊടുക്കാൻ കഴിയും. നോക്കടാ, ഇവിടെ 50 ഡിവിഷൻസേ ഉള്ളൂ. കണ്ടോ, ഇങ്ങനെ സ്ക്രൂ ഗേജ് അവർക്ക് ഉണ്ടാക്കാൻ കഴിയും. ഇവിടെ നോക്കിയാൽ മതി, 50 ഡിവിഷനെ കാണാൻ കഴിയത്തുള്ളൂ. 45 0 ഉണ്ടോ, 50 ഡിവിഷനെ ഉള്ളാകെ. അങ്ങനെ ക്വസ്റ്റ്യൻ കൊടുക്കാൻ കഴിയും. സോ ഈ ഒരു ചെറിയ ഇന്റർവെല്ലിൽ, അതായത് 1 mm ഈ ഗ്യാപ്പില് എത്രയായിട്ട് മുറിക്കണം തീരുമാനിക്കുന്ന ആരാണ്? സർക്കുലാർ സ്കെയിലാണ്. മനസ്സിലായോ? അപ്പൊ സർക്കുലാർ സ്കെയിലിന്റെ റീഡിംഗ് വേണമെങ്കിൽ ഇപ്പൊ 45 46 വാല്യൂ കിട്ടി. ഇപ്പൊ 40 45 ഇത് 46 46 വാല്യൂ കിട്ടി. നിങ്ങൾക്ക് സർക്കുലാർ സ്കെയിലിന്റെ റീഡിംഗ് എത്രയാണ്? നമുക്ക് 40 41 42 41 44 45 46 ഉണ്ടോ, 46 കിട്ടി. സോ 46 എന്താണ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് സർക്കുലാർ സ്കെയിൽ റീഡിംഗ് വേണമെങ്കിൽ ഡിവിഷൻ എത്രയാണ്? 46. സോ സർക്കുലാർ സ്കെയിൽ ഡിവിഷനെ 46നെ നിങ്ങൾ ലീസ്റ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും സർക്കുലാർ സ്കെയിലിന്റെ റീഡിംഗ് കിട്ടും. മനസ്സിലായോ? സോ എന്താ പറഞ്ഞേ? ഈ ലീസ്റ്റ് കൗണ്ട് എന്തിനാണ് കണ്ടുപിടിക്കുന്നത്? ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കേണ്ട ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. ലീസ്റ്റ് കൗണ്ടിനെ സർക്കുലാർ സ്കെയിൽ ഡിവിഷനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ലീസ്റ്റ് കൗണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആരെ കിട്ടും? സർക്കുലാർ സ്കെയിൽ റീഡിംഗ് കിട്ടും. സോ ഇവിടെ 2 റീഡിംഗ് ഉണ്ട്. ഏതൊക്കെയാടാ? ഒന്ന് മെയിൻ സ്കെയിൽ റീഡിംഗ് ഉണ്ട്, അടുത്ത എന്താണ്? സർക്കുലാർ സ്കെയിൽ റീഡിംഗ് ഉണ്ട്. സോ മെയിൻ സ്കെയിൽ റീഡിംഗ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? പറഞ്ഞേ. ഇവിടെ എത്ര മെയിൻ സ്കെയിൽ റീഡിംഗ് ഉണ്ട്? പിച്ചിന്റെ വാല്യൂ 1 mm ആണെന്ന് കരുതിക്കോ. പിച്ചിന്റെ വാല്യൂ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 1 mm ആണ്. പറഞ്ഞേ മെയിൻ സ്കെയിൽ റീഡിംഗ് പറഞ്ഞേ. നിങ്ങൾ പറയും സാർ സിമ്പിൾ. മെയിൻ സ്കെയിൽ റീഡിംഗ് നമ്മൾ പറഞ്ഞു തരും. മെയിൻ സ്കെയിൽ റീഡിംഗ് നോക്കടാ, ഇവിടെ 1 2 3 4. സോ മെയിൻ സ്കെയിൽ റീഡിംഗ് ഒരു ഡിവിഷൻ, 2 ഡിവിഷൻ, 3 ഡിവിഷൻ, 4 ഡിവിഷൻ. 4 ഡിവിഷൻസ് ഉണ്ട്. മെയിൻ സ്കെയിൽ 4 ഡിവിഷൻസ് ഉണ്ട്. സോ മെയിൻ സ്കെയിൽ ഡിവിഷൻ എത്രയാണ്? 4 ആണ്. ഇത് റീഡിംഗ് അല്ല, ഇത് ഡിവിഷൻ ആണ്. ഇനി റീഡിംഗ് അറിയുന്നത് എങ്ങനെയാണ്? മെയിൻ സ്കെയിൽ റീഡിംഗ് കണ്ടുപിടിക്കണമെങ്കിൽ മെയിൻ സ്കെയിൽ ഡിവിഷനെ നിങ്ങൾ പിച്ച് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 4 ഇൻറ്റു ഞാൻ പറയാണ് പിച്ചിന്റെ വാല്യൂ കരുതിക്കോ ഒരു 1 mm ആണെന്ന് കരുതിക്കോ. അങ്ങനെയെങ്കിൽ 4 ഇൻറ്റു 1 mm വിച്ച് ഈസ് ഈക്വൽ ടു 4 mm ആണ് മെയിൻ സ്കെയിൽ റീഡിംഗ്. ഇത് 4 mm മാത്രമാണോ? അല്ല, കുറച്ചുകൂടെ ഉണ്ട്. നോക്കടാ, കുറച്ചുകൂടെ ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? കുറച്ചുകൂടി ഉണ്ട്. ഇത്രയും ഭാഗം കൂടെ ഉണ്ട്. ഉണ്ടോ? കുറച്ചുകൂടി ഉണ്ട്. ഇത് എത്ര നമുക്കറിയാമോ? ഇല്ല. ഇതാര് പറഞ്ഞു തരും? സർക്കുലാർ സ്കെയിൽ റീഡിംഗ് പറഞ്ഞു തരും. ഇനി സർക്കുലാർ സ്കെയിൽ റീഡിംഗ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നോക്കടാ, ഇതാണ് നമ്മുടെ റഫറൻസ് ലൈൻ. കണ്ടോ? റഫറൻസ് ലൈൻ കണ്ടോടാ. ഈ റഫറൻസ് ലൈൻ ആണെങ്കിൽ നമ്മുടെ സർക്കുലാർ സ്കെയിലിൽ ആരുമായിട്ടാണ് കോയിൻസൈഡ് ചെയ്തിരിക്കുന്നത്? നോക്കണം, 40 45 പിന്നെ ഒന്നും കൂടി 46. ഇപ്പൊ 46 ആണ് സർക്കുലാർ സ്കെയിലുമായിട്ട് കോയിൻസൈഡ് ചെയ്തിരിക്കുന്നത്. സോ ഞാൻ പറയുകയാണ്, ഇവിടുത്തെ ആണെങ്കിൽ സർക്കുലാർ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുന്നത് 46 ആണ്. ഇനി 46 എന്താണ് എന്ന് പറഞ്ഞിരുന്ന ആരാണ്? ലീസ്റ്റ് കൗണ്ട് ആണ്. ഞാൻ ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിച്ചു. ശ്രദ്ധിക്കണം, ലീസ്റ്റ് കൗണ്ട് ഞാൻ കണ്ടുപിടിച്ചപ്പോൾ എനിക്ക് കിട്ടി 0.01 mm എന്ന് കിട്ടി. 0.01 mm എന്ന് കിട്ടിയെന്ന് കരുതിക്കോ. അങ്ങനെയെങ്കിൽ സർക്കുലാർ സ്കെയിൽ റീഡിംഗ് കണ്ടുപിടിക്കണമെങ്കിൽ, സർക്കുലാർ സ്കെയിലിന്റെ റീഡിംഗ് അതായത് ഇത്രയും ഭാഗം എന്തെന്ന് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ പറയും സർ 46 ഇൻറ്റു ആര് വേണം? ലീസ്റ്റ് കൗണ്ട് വേണം, വിച്ച് ഈസ് ഈക്വൽ ടു 46 ഇൻറ്റു 0.01 വിച്ച് ഈസ് ഈക്വൽ ടു 0.46 mm. 0.46 mm. അപ്പൊ എനിക്ക് മനസ്സിലായി എത്രയാണ്? 0.46 mm ആണ് ഇത്രയും ഭാഗം. ഇവിടെ തൊട്ട് ഇവിടം വരെ എത്ര ഉണ്ട്? കണ്ടുപിടിച്ചായിരുന്നു 4 mm. മറ്റേത് എത്രയാണ്? 0.46 mm. സോ നമുക്ക് ആൻസർ കിട്ടി. നമ്മൾ റീഡിംഗ് എന്ന് പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കും? സോ റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റീഡിംഗ് എന്ന് പറയുന്നത്
വിച്ച് ഈസ് ഈക്വൽ ടു മെയിൻ സ്കെയിൽ റീഡിംഗ്. എത്രയായിരുന്നു അത് 4 mm ആയിരുന്നു. പ്ലസ് സർക്കുലാർ സ്കെയിൽ റീഡിംഗ് എത്രയാണ്? 0.46 ആണ്. അത്രയും mm ആണ്. മനസ്സിലായോ? ഇനി 0 എറർ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 0 എറർ ഇതിനെ സബ്ട്രാക്ട് ചെയ്യണം. സോ നമുക്ക് ആൻസർ കിട്ടും. ഇവിടെ 0 എററിനെ പറ്റി ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. സോ ആൻസർ എത്രയാണ്? 4.46 mm. കണ്ടോ? ഇങ്ങനെയാണ് സ്ക്രൂ ഗേജിൽ നിന്നും റീഡിങ് കണ്ടുപിടിക്കണം. സോ സിംപിളി നമ്മൾ ആദ്യം ആരെ കണ്ടുപിടിക്കും? പിച്ചിനെ കണ്ടുപിടിക്കും. പിച്ച് എങ്ങനെ കണ്ടുപിടിക്കും? നമ്മുടെ ടോട്ടൽ എന്തുമാത്രം സഞ്ചരിച്ചു, എന്തുമാത്രം കറക്കി, ഇതിന്റെ റേഷ്യോ ആണ്. അതായത് ടോട്ടൽ നമ്പർ ഓഫ് ഡിസ്റ്റൻസ് ട്രാവൽ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് റൊട്ടേഷൻസ്. അതാണ് പിച്ച് എന്ന് പറയുന്നത്. സോ പിച്ച് കണ്ടുപിടിച്ചു. പിച്ച് എന്തിനാ കണ്ടുപിടിക്കണത്? ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കാൻ. ലീസ്റ്റ് കൗണ്ട് ഇക്വേഷൻ എന്താണ്? ലീസ്റ്റ് കൗണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു പിച്ച് ഡിവൈഡ് ബൈ, ശ്രദ്ധിക്കണേ, ഇക്വേഷൻസ് ഒന്നും മറന്നു പോകരുത്. ലീസ്റ്റ് കൗണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു പിച്ച് divided by total number of division in circular scale. സർക്കുലാർ സ്കെയിലില് ആ സ്കെയിലില് എത്ര ഡിവിഷൻസ് ഉണ്ടായിരുന്നു അതാണ് നമ്മുടെ ലീസ്റ്റ് കൗണ്ടായിട്ട് മാറുന്നത്. മനസ്സിലാണോ? പിച്ച് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സർക്കുലാർ സ്കെയിൽ ഡിവിഷൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലീസ്റ്റ് കൗണ്ട് കിട്ടും. ഇനി എന്തിനാ ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കുന്നത്? നമുക്ക് സർക്കുലാർ സ്കെയിൽ റീഡിംഗ് കണ്ടുപിടിക്കണമെങ്കിൽ ലീസ്റ്റ് കൗണ്ട് ഇൻറ്റു ആരെ വേണം? സർക്കുലാർ സ്കെയിൽ ഡിവിഷൻസ് വേണം. മനസ്സിലായോ? ഇനി മെയിൻ സ്കെയിൽ ഡിവിഷൻ എങ്ങനെ കണ്ടുപിടിക്കണത്? മെയിൻ സ്കെയിൽ റീഡിംഗ് എങ്ങനെ കണ്ടുപിടിക്കണത്? മെയിൻ സ്കെയിൽ ഡിവിഷൻ ഇൻറ്റു പിച്ച്. ഇക്വേഷൻസ് ഒന്നും മറന്നു പോകരുത്. മനസ്സിലായോ? വളരെ സിമ്പിൾ സംഭവമാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. ആദ്യമാണ് നമ്മൾ ചെയ്യാൻ പോണത്, അല്ലെ? അതിനു മുന്നേ നമുക്ക് 0 എററിനെ പറ്റി പഠിക്കാം. 0 എറർ എങ്ങനെ കണ്ടുപിടിക്കുന്നത് പഠിക്കാം. അതിനുശേഷമാണ് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, 0 എറർ നോക്കടാ മക്കളെ. ഇവിടെ 0 എറർ ഉണ്ടോ? നമ്മൾ എങ്ങനെയാ ചെക്ക് ചെയ്യുന്നേ? ഇവിടെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെയാണെങ്കിൽ മാക്സിമം അടുപ്പിക്കണം. ഉണ്ടോ? മാക്സിമം അടുപ്പിച്ചു. അങ്ങനെ മാക്സിമം അടുപ്പിച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊന്നും വെച്ചിട്ടില്ല. മാക്സിമം ഞാൻ എന്ത് ചെയ്തു? നോക്ക്, ഒന്നും വെച്ചിട്ടില്ല. കണ്ടോ? ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ഒന്നും വെച്ചിട്ടില്ല. ഞാൻ എന്ത് ചെയ്തു? പൂർണ്ണമായിട്ടുമാണെങ്കിൽ ജോസ് ആണെങ്കിൽ ക്ലോസ് ചെയ്തു. ജോ പൂർണ്ണമായും ക്ലോസ് ചെയ്തതിന് ശേഷമാണെങ്കിൽ എല്ലാം പൂർണ്ണമായും ക്ലോസ് ചെയ്തതിന് ശേഷമാണെങ്കിൽ ഉണ്ടോ? ഞാൻ ജോ എല്ലാം പൂർണ്ണമായും ക്ലോസ് ചെയ്തു. ഇതിൽ ഞാൻ നോക്കടാ, ഇത് നമ്മുടെ 0 ലൈനാണ്. ഇതെന്താണ്? നമ്മുടെ 0 ലൈനാണ്. അതാണെങ്കിൽ ആരുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്? നമ്മുടെ സർക്കുലാർ സ്കെയിലിൽ 0 ആയിട്ട് കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. അതായത് മെയിൻ സ്കെയിലിൽ 0, സർക്കുലാർ സ്കെയിലിൽ 0 ആയിട്ട് കോയിൻസൈഡ് ചെയ്തെങ്കിൽ നമ്മൾ എന്ത് പറയും? ഇവിടെ 0 എറർ ഒന്നും തന്നെ ഇല്ല. ഞാൻ കുറച്ച് 0 എറർ ഉണ്ടാക്കാൻ പോവുകയാണ്. ഞാൻ മറ്റൊരു സ്ക്രൂ ഗേജ് എടുത്തു, അതിനകത്ത് 0 എറർ ഉണ്ട്. ഓക്കെ, അതിനകത്ത് 0 എറർ ഉണ്ട്. സോ ഞാൻ നോക്കി, ക്ലോസ് ചെയ്തു. കോയിൻസൈഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല, കോയിൻസൈഡ് ചെയ്യുന്നില്ല. സോ ഇവിടെയാണെങ്കിൽ 0 ഇവിടെയാണ്. സർക്കുലാർ സ്കെയിലിൽ 0 ഇവിടെയും, മെയിൻ സ്കെയിലിൽ 0 മുകളിലുമാണ്. സോ മെയിൻ സ്കെയിലിൽ 0 നോക്കണം മക്കളെ, മെയിൻ സ്കെയിലിൽ 0 മുകളിലാണ്. അതിന്റെ മീനിങ് എന്താണ്? ഇത് പോസിറ്റീവ് 0 ആണ്. ഇവിടെ മെയിൻ സ്കെയിലാണ് നോക്കുന്നത്, വെർനിയർ കാലിപ്പർ പോലെ അല്ല. വെർനിയർ കാലിപ്പറിൽ 0 ആയി നോക്കുന്നത്, അല്ലേ? വെർനിയർ സ്കെയിൽ 0 ആയി നോക്കുന്നത്. ലെഫ്റ്റിലേക്ക് പോയാൽ നെഗറ്റീവ്, റൈറ്റിലേക്ക് പോയാൽ പോസിറ്റീവ്. പക്ഷെ ഇവിടെ ആണെങ്കിൽ മെയിൻ സ്കെയിലാണ് നോക്കുന്നത്. മെയിൻ സ്കെയിൽ ആണെങ്കിൽ മുകളിലാണെങ്കിൽ പോസിറ്റീവ്, മെയിൻ സ്കെയിലിൽ 0 താഴെയാണെങ്കിൽ നെഗറ്റീവ്. സോ മെയിൻ സ്കെയിൽ ഇവിടെ മുകളിലാണ്. അപ്പൊ നമുക്ക് മനസ്സിലായി പോസിറ്റീവ് എറർ ആണെന്ന് മനസ്സിലായി. ഇവിടുത്തെ എറർ എന്താ മക്കളെ? പോസിറ്റീവ് എറർ ആണ്. ഞാൻ മാറ്റി എഴുതാൻ പോവാണ്. ഇവിടുത്തെ എറർ എന്താണ്? പോസിറ്റീവ് എറർ ആണ്. സോ പോസിറ്റീവ് 0 എറർ എന്ന് പറയുന്നത്, 0 എറർ എന്താണ് മക്കളെ? പോസിറ്റീവ് ആണ്. അത്ര എനിക്ക് മനസ്സിലായി. ഇനി എത്രയാണ് നോക്കടാ? ഇതാണ് നമ്മുടെ മെയിൻ സ്കെയിലിന്റെ 0. ശരിയാണോ? ഇതാണ് മെയിൻ സ്കെയിലിന്റെ 0. ഇവിടെയാണ് നമ്മുടെ സർക്കുലാർ സ്കെയിലിന്റെ 0. ഈ 2 സീറോകൾ തമ്മിൽ എത്ര ഡിവിഷൻ വ്യത്യാസമുണ്ട് നോക്കുക. ഈ 2 സ്കെയിലുകൾ തമ്മിൽ എത്ര ഡിവിഷൻ വ്യത്യാസമുണ്ട് ഞാൻ നോക്കുകയാണ്. 1 ഉണ്ടോ? 1, 2, 3, 4, 5, 6, 7, 8. എത്ര വ്യത്യാസമുണ്ട്? ഇവിടുന്ന് 8 ഡിവിഷൻ വ്യത്യാസമുണ്ട്. ഇത് കൂട്ടരുത്. 0 കഴിഞ്ഞിട്ട് അടുത്തത് 1, 2, 3, 4, 5, 6, 7, 8. സോ എനിക്ക് മനസ്സിലായി ഈ 2 സീറോകൾ തമ്മിൽ 8 വ്യത്യാസമുണ്ട്. പോസിറ്റീവ് ആണെന്ന് മനസ്സിലായി. 8. ഇനി 8 എന്താണ്? അത് മനസ്സിലാക്കണമെങ്കിൽ വീണ്ടും നമ്മൾ ലീസ്റ്റ് കൗണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് കിട്ടും 0 എറർ എത്രയെന്ന്. മനസ്സിലായോ? സോ 0 എറർ എങ്ങനെ കണ്ടുപിടിക്കണത്?
ഈ രണ്ട് ആദ്യം നോക്കണം, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കണം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കണം. പോസിറ്റീവ് ആണെങ്കിൽ നമ്മുടെ മെയിൻ സ്കെയിൽ എവിടെയായിരിക്കും? മുകളിലായിരിക്കും. നെഗറ്റീവ് ആണെങ്കിൽ മെയിൻ സ്കെയിൽ എവിടെയായിരിക്കും? താഴെയായിരിക്കും. ആരുടെ താഴെയായിരിക്കും? നമ്മുടെ സർക്കുലാർ സ്കെയിലിന് 0 എററിന് താഴെയായിരിക്കും. 0 റീഡിങ്ങിന് താഴെയായിരിക്കും. ഓക്കെ ആണോ? സോ നമ്മൾ നോക്കുക, 0 എറർ വിച്ച് ഈസ് ഈക്വൽ ടു, നമ്മൾ നോക്കിയപ്പോൾ മനസ്സിലായി അവിടെ മെയിൻ സ്കെയിൽ മുകളിലും സർക്കുലാർ സ്കെയിൽ താഴെയുമാണ്. അതിന് മീനിങ് പോസിറ്റീവ് ആണ്. അപ്പോൾ പോസിറ്റീവ് 0 എന്ന് പ്ലസ് എഴുതി. ഇനി 8 എങ്ങനെ കിട്ടി? 8 എന്ന് പറയുന്നത് ഈ രണ്ട് സീറോകൾ തമ്മിൽ എന്ത് മാത്രം ഡിഫറൻസ് ഉണ്ട്? എത്രയുണ്ട്? 8ന്റെ ഡിഫറൻസ് ഉണ്ട്. സോ 8 എന്ന് എഴുതി. ഇൻറ്റു ഇനി ആര് വേണം? ലീസ്റ്റ് കൗണ്ട്. സോ ലീസ്റ്റ് കൗണ്ട് ആണെങ്കിൽ എനിക്ക് കിട്ടിയത് 0.01 mm ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് എങ്ങനെ ആൻസർ കിട്ടും? ലീസ്റ്റ് കൗണ്ട് പ്ലസ് 8 ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? പ്ലസ് 8 ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് ആയിട്ട് കിട്ടിയത് 0.01 mm ആണ് എഴുതിക്കും. അങ്ങനെ ആൻസർ കിട്ടും പ്ലസ് 0.08 mm. നമുക്ക് ആരെ കിട്ടി? നമുക്കാണെങ്കിൽ 0 എറർ കിട്ടി. മനസ്സിലായോ മക്കളെ? സോ ഇവിടുത്തെ 0 എത്രയാണ്? പ്ലസ് 0.08 ആണ്. അങ്ങനെയെങ്കിൽ വീഡിയോ പോസ് ചെയ്യണം. നിങ്ങൾ സ്വന്തമായിട്ട് പറയണം എത്രയാണ് 0 എറർ എന്ന്. ഓക്കെ, വീഡിയോ പോസ് ചെയ്യണം, സ്വന്തമായിട്ട് പറയണം എത്രയാണ് 0 എറർ. ഞാനാണെങ്കിൽ ജോ തമ്മിലാണെങ്കിൽ കൂട്ടിമുട്ടിച്ചിട്ടുണ്ട്. എത്രയാണ് 0 എറർ എന്ന് പറയണം. മനസ്സിലായോ? വീഡിയോ പോസ് ചെയ്തേ, പറഞ്ഞ് എത്രയാണ് 0 എറർ എന്ന്. 0 എറർ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? എങ്ങനെ പറയുന്നേ? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എങ്ങനെ പറയണേ? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എങ്ങനെ പറയണേ? നമ്മൾ ആദ്യമേ മെയിൻ സ്കെയിലിൽ 0, ഇതാണ് മെയിൻ സ്കെയിൽ. വര കണ്ടോ? ഞാൻ വരച്ച വര കണ്ടോ? ഇതാണ് വരച്ച വര. ഇതാണ് നമ്മൾ വരച്ച വര. കണ്ടോ? ആ വര കണ്ടോ? നടുക്കൂടെ വര വരച്ചു. ഓൾറെഡി ഒരു ലൈൻ ഇവിടെ കിടപ്പുണ്ടായിരുന്നു. കണ്ടോ? ഇത് റെഫറൻസ് ലൈനാണ്. നമ്മൾ എന്ത് ചെയ്തു? ഒരു വര ഇങ്ങോട്ട് വരച്ചു. ഓക്കെ ആണോ? ഇത് മെയിൻ സ്കെയിലിലെ 0 ആണ്. മെയിൻ സ്കെയിലിന്റെ 0 ആണ്. സർക്കുലാർ സ്കെയിൽ 0 ഇവിടെയാണ്. എന്താണ്? സർക്കുലാർ സ്കെയിൽ 0 ആണ്. സർക്കുലാർ സ്കെയിൽ അതിന്റെ 0 ആണ്. 0. സോ മെയിൻ സ്കെയിൽ 0 ഉണ്ട്, സർക്കുലാർ സ്കെയിൽ 0 ഉണ്ട്. ഇനിയാണെങ്കിൽ നോക്കണം, മെയിൻ സ്കെയിൽ താഴെയാണ് കിടക്കുന്നത്. ശരിയാണോ? സർക്കുലാർ സ്കെയിൽ താഴെയാണ് മെയിൻ സ്കെയിൽ ഉള്ളത്. അതിന്റെ മീനിങ് എന്താണ് മക്കളെ? നിങ്ങൾ പറയും സാർ ഇവിടെ നെഗറ്റീവ് ആണ്. 0 എറർ എന്താണ് മക്കളെ? നെഗറ്റീവ് ആണ്. നെഗറ്റീവ്. ശരി, 0 എറർ നെഗറ്റീവ് ആണ്. ഇനി എത്രയാണ്? നമ്മൾ ഡിവിഷൻ എണ്ണി നോക്കണം. 1, 2, 3, 4, 5, 6. എത്ര ഉണ്ട്? 6. സോ 6 ഇൻറ്റു ആര് വേണം? ലീസ്റ്റ് കൗണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് 0.01 ആണെന്ന് എഴുതിക്കോ. mm. ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കാൻ അറിയാമല്ലോ. കണ്ടുപിടിക്കുക 0.06 mm. സോ എനിക്ക് തോന്നുന്നു ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എങ്ങനെയാണ് 0 എറർ കണ്ടുപിടിക്കുന്നത് എന്ന് മനസ്സിലായി. എങ്ങനെയാണ് മെയിൻ സ്കെയിൽ റീഡിംഗ് കണ്ടുപിടിക്കുന്നത് മനസ്സിലായി. എങ്ങനെയാണ് സർക്കുലാർ സ്കെയിൽ റീഡിംഗ് കണ്ടുപിടിക്കുന്നത് മനസ്സിലായി. എങ്ങനെയാണ് 0 എറർ കണ്ടുപിടിക്കുന്നതെന്നും മനസ്സിലായി. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇനി ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം, ക്വസ്റ്റ്യൻ ചെയ്യാം. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ, ക്വസ്റ്റ്യൻ എന്താണ്? A screw gauge has 100 parts on circular scale. സർക്കുലാർ സ്കെയിലിൽ 100 ഡിവിഷൻ ഉണ്ടായിരുന്നു. സർക്കുലാർ സ്കെയിൽ എത്ര ഉണ്ട്? ടോട്ടൽ നമ്പർ ഓഫ് സർക്കുലാർ സ്കെയിൽ ഡിവിഷൻ എത്രയാണ്? 100 ആണ്. ആൻഡ് ഓൺ റൊട്ടേഷൻ ഓഫ് എ ഫുൾ സർക്കുലാർ സ്കെയിൽ ദ സ്ക്രൂ അഡ്വാൻസ് എ ഡിസ്റ്റൻസ് ഓഫ് 1 mm. അതായത് നമ്മുടെ പിച്ച് തന്നിട്ടുണ്ട്. എത്രയാണ്? ഒരു ഫുൾ റൊട്ടേഷൻ കവർ ചെയ്തപ്പോൾ, ഒരു ഫുള്ള് വട്ടം ഞാൻ സ്ക്രൂവിനെ കറക്കിയപ്പോൾ നമ്മുടെ സ്ക്രൂ എത്ര അഡ്വാൻസ് ചെയ്തത്? മുന്നോട്ട് എത്ര പോയത്? 1 mm മുന്നോട്ട് പോയി. അതിന്റെ മീനിങ് എന്താണ്? പിച്ചിന്റെ വാല്യൂ, പിച്ച് വിച്ച് ഈസ് ഈക്വൽ ടു തന്നിട്ടുണ്ട് 1 mm ആണ്. മക്കളെ, പിച്ച് തന്നിട്ടുണ്ട്. അതുപോലെ ആണെങ്കിൽ ടോട്ടൽ സർക്കുലാർ സ്കെയിൽ ഡിവിഷൻ എത്രയാണ്? ടോട്ടൽ സർക്കുലാർ സ്കെയിൽ ഡിവിഷൻസ് എത്രയാണ്? വിച്ച് ഈസ് ഈക്വൽ ടു 100 ആണെന്ന് തന്നിട്ടുണ്ട്. 100 ഡിവിഷൻസ് ആണ്. ഓക്കെ ആണോ? അങ്ങനെയെങ്കിൽ പറഞ്ഞ് ലീസ്റ്റ് കൗണ്ട് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിച്ചുകൂടെ? നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ദ ലീസ്റ്റ് കൗണ്ട് ഓഫ് സ്ക്രൂ ഗേജ് ഈസ്, ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കണം. ഇക്വേഷൻ എന്താണ്? നിങ്ങൾ പറയും സാർ, പിച്ച് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഡിവിഷൻസ് ഇൻ സർക്കുലാർ സ്കെയിൽ. ശരിയാണോ? വിച്ച് ഈസ് ഈക്വൽ ടു പിച്ച് എത്രയാണ്? 1 mm ആണ്.
ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സർക്കുലർ സ്കെയിൽ ഡിവിഷൻ എത്രയാണ്? 100 ഡിവിഷൻസ് ആണ്. സോ നമുക്ക് ആൻസർ കിട്ടി 0.01 mm. നമുക്ക് ലീസ്റ്റ് കൗണ്ടിന്റെ വാല്യൂ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ കഴിയും. സിമ്പിൾ അല്ലേ മക്കളെ? ഓക്കെ, നമുക്ക് അടുത്ത നല്ലൊരു ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. നല്ലൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ നോക്കണം മക്കളെ. ക്വസ്റ്റ്യൻ എന്താണ്? The number of circular division shown in a screw gauge are 50. Circular scale division എത്രയാണ്? Total number of circular scale division. Total number of circular scale division എത്രയാണ്? 50 divisions. Okay ആണോ? It moves 0.5 mm on മെയിൻ സ്കെയിൽ ഇൻ 1 റൊട്ടേഷൻ. സോ പിച്ച് എത്രയാണ്? കണ്ടോ, പിച്ചിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ് പിച്ചിന്റെ വാല്യൂ? 0.5 mm. ഓക്കെ ആണോ? ഓൺ മെയിൻ സ്കെയിൽ ദ ഡയമീറ്റർ ഓഫ് ദ ബോൾ ഈസ്, അങ്ങനെയെങ്കിൽ ബോളിന്റെ ഡയമീറ്റർ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. സോ ഇവിടെ ആണെങ്കിൽ നോക്ക്, ഇവിടെ രണ്ട് ഫിഗർ ഉണ്ട്. ഒരു ഫിഗറിലാണെങ്കിൽ എന്ത് ചെയ്യില്ല, ബോളൊന്നും വെച്ചിട്ടില്ല. ഈ രണ്ട് ജോ അടുത്തടുത്തിരിക്കുകയാണ്. മക്കളെ, അടുത്തടുത്തിരിക്കുമ്പം ഈ 0 എന്ന് പറയണത് നോക്കടാ, ഈ 0 എന്ന് പറയണത് മെയിൻ സ്കെയിലിന്റെ 0 എന്ന് പറയണ ഈ ലൈൻ ആണെങ്കിൽ ആരുമായിട്ട് കൂട്ടിമുട്ടണം? നമ്മുടെ ഈ സീറോയുമായിട്ട് കൂട്ടിമുട്ടണം. അങ്ങനെ കൂട്ടിമുട്ടിയോ? ഇല്ല. ഇവിടെ മെയിൻ സ്കെയിൽ റീഡിംഗ് മുകളിലും സർക്കുലർ സ്കെയിൽ റീഡിംഗ് താഴെയുമാണ്. നോക്കിയാൽ മനസ്സിലാവും, മെയിൻ സ്കെയിൽ റീഡിംഗ് മുകളിലും സർക്കുലർ സ്കെയിൽ റീഡിംഗ് താഴെയുമാണ്. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. നോക്കടാ മക്കളെ, നോക്ക്, മെയിൻ സ്കെയിൽ ഇവിടെ എങ്ങനെയാണ്? മെയിൻ സ്കെയിൽ ഇവിടെ മുകളിലാണ്. മെയിൻ സ്കെയിൽ എവിടെയാടാ? മെയിൻ സ്കെയിൽ മുകളിലാണ്. അത് മെയിൻ സ്കെയിൽ ഇവിടെയാണ്. സർക്കുലർ സ്കെയിൽ എവിടെയാണ്? സർക്കുലർ സ്കെയിലിലെ 0 ഇവിടെയാണ്. ഉണ്ടോ? സോ എത്ര വ്യത്യാസമുണ്ട്? ഇത് 5 എന്നാ കിടക്കുന്നില്ലേ? എത്ര വ്യത്യാസമുണ്ട്? 1, 2, 3, 4, 5. അതായത് ഈ എറർ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് 0 ആണോ നെഗറ്റീവ് 0 ആണോ? പറഞ്ഞു തന്നേ. നിങ്ങൾ പറയും സാർ 0 എറർ എന്ന് പറയുന്നത്. ആക്ച്വലി സ്ക്രൂ ഗേജിന് 0 എറർ ഉണ്ട്. അത് പോസിറ്റീവ് 0 എറർ ആണ്. പോസിറ്റീവ് 0 എറർ ആണ്. ഇനി എത്രയാണ് 0 എന്ന് പറഞ്ഞാൽ 5 ആണ്. ഇനി 5 എന്താണ്? നമുക്ക് ആരെ വേണം? ലീസ്റ്റ് കൗണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേ ആൻസർ കിട്ടത്തുള്ളൂ. ലീസ്റ്റ് കൗണ്ട് ഉണ്ടോടാ? ലീസ്റ്റ് കൗണ്ട് ഇല്ല. നമുക്ക് ആരെ കണ്ടുപിടിക്കണം? ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കണം. നമുക്ക് തന്നിരിക്കുന്ന 2 വാല്യൂ ഇത് രണ്ടുമാണ്. നമുക്ക് ആരെ കണ്ടുപിടിക്കണം? ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കണം. സോ ലീസ്റ്റ് കൗണ്ട് which is equal to എത്ര കിട്ടും മക്കളെ? തന്നിട്ടുള്ള വാല്യൂ എന്ന് പറഞ്ഞ ലീസ്റ്റ് കൗണ്ട് ഇക്വേഷൻ എന്താണ്? പിച്ച് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സർക്കുലർ സ്കെയിൽ ഡിവിഷൻസ് which is equal to പിച്ച് എത്രയാടാ? പിച്ച് എന്ന് പറയുന്നത് 0.5 ആണ്. അത്രയും mm ആണ്. ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സർക്കുലർ ഡിവിഷൻ എത്രയാണ്? 50 ആണ്. അതിന് മീനിങ് എന്താണ്? ഇവിടെ നമുക്ക് കിട്ടി 0.01 mm. ശരിയാണോ? നമുക്ക് ആരെ കിട്ടി? ഈ സ്കെയിലിന്റെ ആണെങ്കിൽ ലീസ്റ്റ് ഉണ്ടെന്ന് പറയാം. എത്രയാണ്? 0.01 mm ആണ്. അങ്ങനെയെങ്കിൽ പറഞ്ഞു തന്നേ, 0 എറർ വിച്ച് ഈസ് ഈക്വൽ ടു പ്ലസ് ആണ് 5 ആണ് ഇൻറ്റു ലീസ്റ്റ് കൊണ്ട് പകരം പറയണം 0.01 mm which is equal to plus 0.05 mm. നമുക്ക് ആരെ കിട്ടി? നമുക്ക് 0 എറർ കിട്ടി. ഇനിയാണെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് വരാം. 0 എറർ ഉണ്ടെന്ന് മനസ്സിലായി. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് വരാം. ഓക്കെ, അടുത്ത ഭാഗത്തേക്ക്. ഓക്കെ മക്കളെ, അടുത്ത ഭാഗത്തേക്ക് പോവാം. പാടാം. ഇവിടെ ഒരു ബോൾ ഇരിപ്പുണ്ട്. നമുക്ക് ആ ബോളിന് എന്ത് വേണം? ആ ബോളിന്റെ ആണെങ്കിൽ ഡയമീറ്റർ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഡയമീറ്റർ കണ്ടുപിടിക്കണം. സോ അതിന് എന്താ അങ്ങനെ റീഡിങ് കണ്ടുപിടിക്കുന്നത്? റീഡിങ്
വിച്ച് ഈസ് ഈക്വൽ ടു റീഡിംഗ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. റീഡിംഗ് വിച്ച് ഈസ് ഈക്വൽ ടു നമ്മളുടെ മെയിൻ സ്കെയിൽ റീഡിംഗ് വേണം, പ്ലസ് സർക്കുലാർ സ്കെയിൽ റീഡിംഗ് വേണം, മൈനസ് 0 എറർ ചെയ്യണം. മെയിൻ സ്കെയിൽ റീഡിംഗ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? മെയിൻ സ്കെയിൽ ഡിവിഷൻ ഇൻറ്റു പിച്ച്. സർക്കുലാർ സ്കെയിൽ റീഡിംഗ് ആണ് കണ്ടുപിടിക്കുന്നത്. സർക്കുലാർ സ്കെയിൽ ഡിവിഷൻ ഇൻറ്റു ലീസ്റ്റ് കൗണ്ട്. 0 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ? ഇത്ര മനസ്സിലായോ? ശരി. മെയിൻ സ്കെയിൽ റീഡിംഗ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. വിച്ച് ഈസ് ഈക്വൽ ടു മെയിൻ സ്കെയിൽ റീഡിംഗ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. മെയിൻ സ്കെയിൽ ഡിവിഷൻ നോക്കടാ, ഇവിടെ എത്ര ഡിവിഷൻ ഉണ്ട്? 1, 2. നോക്ക 0 കഴിഞ്ഞ് 2 ഡിവിഷൻ ഉണ്ട്. 2 പോയിന്റ് സംതിങ് ആണ്. 0 കഴിഞ്ഞ് നോക്ക, ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. നോക്ക് മക്കളെ, 0 കഴിഞ്ഞ് 1, 2 2 ഡിവിഷനും കൂടെ ഉണ്ട്. സോ അങ്ങനെയെങ്കിൽ പറയണം 2 ഡിവിഷനും കൂടെ ഉണ്ട്. 2 ഡിവിഷനാണ്. 0 കഴിഞ്ഞ് ഇത് 0 ആണ്. 1, 2 ഡിവിഷൻ ഇൻറ്റു പിച്ച് എത്രയാടാ? നിങ്ങൾ പറയും സാർ പിച്ച് എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു 0.5 mm ആണ് പിച്ച് എന്നുള്ളത്. പിച്ച് എത്രയാണ്? പിച്ച് എത്രയായിരുന്നു? 0.5 mm ആണ് പിച്ചായിട്ട് നമ്മൾ കിട്ടിയത്. ഓക്കെ ആണോ? 0.5 mm ആണ് പിച്ച്. സോ പിച്ച് 0.5 ആണ്. 0.5 നമുക്ക് ഹാഫ് എന്ന് പറയാമല്ലോ. ഹാഫ് mm which is equal to എത്ര കിട്ടി എനിക്ക്? സർക്കുലാർ സ്കെയിൽ ഡിവിഷൻ മെയിൻ സ്കെയിൽ റീഡിംഗ് എത്ര കിട്ടി എനിക്ക്? 1 mm കിട്ടി. ഇനി എനിക്ക് എന്ത് വേണം? എനിക്ക് വേണമെന്നത് CSR സർക്കുലാർ സ്കെയിൽ റീഡിംഗ് വേണം. സർക്കുലാർ സ്കെയിൽ റീഡിംഗ് വേണം. സർക്കുലാർ സ്കെയിൽ റീഡിംഗ് എങ്ങനെ കണ്ടുപിടിക്കും? സർക്കുലാർ സ്കെയിൽ റീഡിംഗ് കണ്ടുപിടിക്കണമെന്ന് നോക്കടാ. എത്രയാണ്? 20 അടിയിൽ 20 25 കേട്ടാ. 25മായിട്ടാണ് കോയിൻസൈഡ് ഇരിക്കുന്നത്. 20 25 നോക്കടാ. ഇത് 20 ആണ്. ഇത് 20. എന്താണ് മുകളിൽ? എന്താണ് ഇത്? എത്രയാണ്? 25. സോ 25മായിട്ടാണ് കോയിൻസൈഡ് ഇരിക്കുന്നത്. 25മായിട്ടാണ് കോയിൻസൈഡ് ഇരിക്കുന്നത്. അപ്പൊ എത്ര കിട്ടി നമുക്ക്? 25. ഇനി ആര് വേണം? ലീസ്റ്റ് കൗണ്ട്. ലീസ്റ്റ് കൗണ്ട് എത്രയാണ്? 0.05 ലീസ്റ്റ് കൗണ്ട് എത്രയാണ്? നമ്മൾ കണ്ടുപിടിച്ചത് ലീസ്റ്റ് കൗണ്ട് എത്രയാണെന്ന്. ലീസ്റ്റ് കൗണ്ട് 0.01 ഓൾറെഡി കണ്ടുപിടിച്ചതാണ്. നോക്കടാ മക്കളെ, നമ്മൾ മായ്ച്ചു കളഞ്ഞായിരുന്നു അല്ലേ? നേരത്തെ മായ്ച്ചു കളഞ്ഞായിരുന്നു. സോ ലീസ്റ്റ് കൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നമുക്ക് ഓൾറെഡി കണ്ടുപിടിച്ചായിരുന്നു. ഓർക്കുന്നുണ്ടോ? എത്രയാണ്? 0.01 ആണ് ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. നമ്മൾ കണ്ടുപിടിച്ചതാണ്. ആ ലീസ്റ്റ് കൗണ്ട് എന്ത് ചെയ്യണം? നമ്മൾ ആ ലീസ്റ്റ് കൗണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുകയാണ്. സോ ലീസ്റ്റ് കൗണ്ട് 0.01 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി 0 എറർ. 0 എത്രയാണ്? 0 പ്ലസ് ആണ്. പ്ലസ് ഇടാൻ മറക്കരുത്. 0.05 എത്ര കിട്ടി എന്ന് പറഞ്ഞാൽ 0.25 mm. നമുക്ക് എല്ലാ വാല്യൂ ഉണ്ട്. അതൊക്കെയാണ് മെയിൻ സ്കെയിൽ റീഡിംഗ് ഉണ്ട്, സർക്കുലാർ സ്കെയിൽ റീഡിംഗ് ഉണ്ട്, 0 എറർ ഉണ്ട്. ഇനി ചേർത്ത് പറഞ്ഞാൽ മതി. സോ റീഡിംഗ് which is equal to പറഞ്ഞേ മെയിൻ സ്കെയിൽ റീഡിംഗ് എത്രയാടാ? 1 mm പ്ലസ് സർക്കുലാർ സ്കെയിൽ റീഡിംഗ് എത്രയാണ്? 0.25 mm മൈനസ് 0 എത്രയാടാ? 0.05 mm. സോ ആൻസർ എത്ര കിട്ടി? 1.20 mm. സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കിട്ടി. മനസ്സിലായ മക്കളെ? സോ ഞാൻ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറഞ്ഞു തന്നു എങ്ങനെയാണ് റീഡിംഗ് കണ്ടുപിടിക്കേണ്ടതെന്ന്. മക്കളെ ബേസിക്കലി ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് മാക്സിമം ചോദിക്കാൻ കഴിവുള്ളൂ. എന്താണ്? 2 സ്ക്രൂ ഗേജ് തന്നിട്ടാണെങ്കിൽ ഒന്നിനകത്താണെങ്കിൽ 0 എറർ കണ്ടുപിടിച്ച് മറ്റതിന്റെ വാല്യൂ ആ റീഡിങ് നമ്മൾ മെഷർ ചെയ്ത് കണ്ടുപിടിച്ചെടുക്കും. മനസ്സിലായോ? സോ ഇത്രയേ ഉള്ളൂ സ്ക്രൂ ഗേജിന്റെ ടോട്ടൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആണ്. എനിക്ക് തോന്നുന്നു വെർനിയർ കാലിപ്പറിനകത്ത് കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസിന്റെ സാധ്യതയുണ്ട്. സ്ക്രൂ ഗേജിനകത്താണെങ്കിൽ 2 or 3 മോഡൽ മാത്രമേ ഉള്ളൂ. ഒന്ന് ലീസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട്, 0 കണ്ടുപിടിക്കാനായിട്ട്, അത് ഞാൻ പറഞ്ഞു തന്നു. ലീസ്റ്റ് കൗണ്ട് കാര്യം പറഞ്ഞു തന്നു. അതുപോലെയാണെങ്കിൽ റീഡിംഗ് മെഷർ ചെയ്യാനായിട്ട്. ഇങ്ങനെ 3 ടൈപ്പ് പ്രോബ്ലം മാത്രമേ എവിടെ ഉള്ളൂ? സ്ക്രൂ ഗേജിലുള്ളൂ.